തീർച്ചയായിട്ടും ഞാൻ പല ടെൻഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നു, പല കാര്യങ്ങൾ ആലോചിച്ച് വരുന്നു. ആ ടെൻഷൻ എവിടെടാ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, എത്താൻ കുറച്ച് ലേറ്റ് ആവും, നീ അടൂർ എത്തിയെങ്കിൽ ജസ്റ്റ് വീട്ടിൽ കയറിയിട്ട് പോകും. അയ്യോ അണ്ണാ അത് ഒരുപാടുണ്ട് പറയാൻ, നിങ്ങൾക്ക് 2 എപ്പിസോഡ് ടെൻഷനോ, നമുക്ക് ജീവിക്കണ്ടേ, പല പല ചെറിയ ചെറിയ ബിസിനസ്സുകളുണ്ട്. ഇതാ ഇപ്പോഴും അവന്റെ കണ്ണ് എവിടെ നോക്കണ്ടത്, അത് വിശാലമായ ബീച്ചിലോട്ട് നോക്കി, കടലാണ്, വിശാലമായ സമുദ്രമാണ്. ഞാൻ അങ്ങോട്ടല്ല നോക്കി, സമുദ്രത്തിലേക്കാണ് നോക്കി. അതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാനതാണ് ലേറ്റ് ആവുന്നതിന് മുമ്പ്. അല്ല 2 പേരുണ്ട്, ചേട്ടനുണ്ട്, അജിത്ത് എന്നാണ് പേര്. പുള്ളിക്കാരൻ ഇപ്പം മസ്കറ്റിലാണ്, ചേട്ടനും ചേച്ചിയും ഫാമിലിയിൽ അവിടെ സെറ്റിലാണ്. അപ്പോൾ ഇവിടെ എൻ്റെ വൈഫും കുഞ്ഞൊക്കെ ഇവിടെ അല്ലേ, ട്രിവാൻഡ്രത്തും അല്ലേ. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ, അവർക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പ്രൊഫഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടെൻഷൻ അടിച്ചിട്ട് വർക്ക് കഴിയുന്ന ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരും. കാഴ്ചയ്ക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടാണോ അതോ ചെറിയ കാഴ്ചയുണ്ട്, എന്നാലും വീട്ടിനകത്തുള്ള കാര്യങ്ങൾ രണ്ടുപേർക്കും. വീട്ടിനകത്തുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാഴ്ചയുള്ളൂ. വീട്ടിൽ അച്ഛൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കൈ ഒടിഞ്ഞിട്ട് പുള്ളിക്കാരി വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയി. ഹൗസ് മെയ്ഡ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ആ ദിവസങ്ങളിലൊക്കെ ഹൗസ് മെയ്ഡും ഇല്ലാത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വർക്ക് കഴിഞ്ഞ് ടെൻഷനിൽ വന്ന ദിവസങ്ങളിലാണ് ഇവനീ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കത്തില്ലാവും ഞാൻ എപ്പോൾ എത്തും. നമ്മൾ അന്ന് ലേറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് ലേറ്റ് ആയി, നീ ഓർമ്മയുണ്ടോ? ഈ കഥയെല്ലാം വിശ്വസിച്ചാ ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ മനസ്സൊന്ന് തുറക്കാന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ലല്ലേ. നീ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ എല്ലാം വിളിച്ച് പറയാം, നീ എന്നെ കൊണ്ട് പ്രകോപിപ്പിക്കരുതേ. ശരി അങ്ങോട്ട് പറയടാ അങ്ങോട്ട്. ഹലോ ഗൈസ്, ഞങ്ങളെ വിളിച്ച് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അല്ല എനിക്കറിയാം ഇവരെന്തോ പ്ലാൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അറിയാം, എന്നാലും വിടൂല. ഞാൻ ഒരു ക്ഷാമം. അല്ല കിരണേ, നമ്മള് സീരിയലായാലും സീരിയൽ വിശേഷങ്ങളൊക്കെ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കിരൺ ഇങ്ങനെ ഒരു ടൈപ്പ് കിട്ടിയ ശേഷം ഞാൻ പറയട്ടടാ, അത് എന്നിട്ട് ആ വേറെ ജീവിതത്തിലേക്ക് നീ കടന്നു. അപ്പൊ നിന്റെ സീരിയലൊക്കെ കയറി, സീരിയലൊക്കെ വലിയ ആളായി, വലിയ സ്റ്റാറായി. ശരിയടാ, നീ ഒന്നും ആയില്ല, സീരിയലിൽ പോട്ടെ, അങ്ങനെ പറയാം. അപ്പൊ നീ ഈ ഇനാഗ്രേഷൻ പോയപ്പോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതോ ഒരിടത്ത് ഇനാഗ്രേഷൻ പോയപ്പോൾ ഒരു ചെറിയൊരു ഇൻസൾട്ടിങ് പോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടതാണ്. എനിക്ക് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാ. അല്ല അത് നീ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞല്ലേ? ഇല്ല, അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് എന്റെ ഓർമ്മയില്ല. റെക്കോർഡിംഗ് ആണ്. അല്ല റെക്കോർഡിംഗ് ആണ്, എനിക്കറിയാം. പക്ഷെ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ആരും തിരിച്ചറിഞ്ഞില്ലെന്നോ? അല്ല അത് ആദ്യത്തെ സീരിയൽ, അത് ഇൻസൾട്ടിങ് ആയിട്ട് അല്ല. ഞാൻ ചോദിച്ച സ്റ്റേജിൽ വെച്ചിട്ട് ഇപ്പൊ തന്നെ ബിബിൻ ചേട്ടാ ഉദ്ദേശം വെച്ചാൽ സ്റ്റേജിനകത്ത് കയറി ഇൻസൾട്ട് ചെയ്ത് പുറത്തിറക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സംഭവം ഈ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വേറെ ഏതെങ്കിലും രണ്ടാമത്തെ വേദി പോയിട്ട് തിരിച്ചറിയാൻ വന്നിട്ടുണ്ടോ? ഇല്ലില്ല. പിന്നെ പോയടുത്തൊക്കെ, കാരണം ചെല്ലുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അന്ന് ഈ രാത്രി മഴ എന്ന് പറഞ്ഞ സീരിയല് ഒരുപാട് പേര് ഈ കൊല്ലം സൈഡിലൊക്കെ ഒരുപാട് പേര് കാണും. നമ്മുടെ ഇവിടെയൊക്കെ കാണുമോ എന്ന് എനിക്ക് കുളത്തൂപ്പുഴ സൈഡിലാണ്. ഇല്ല, ഞാൻ ഷൂട്ട് തൊട്ട് വേണ്ടതാണ്. ഞാൻ എൻ്റെ സീരിയൽ സീൻസൊക്കെ മൊത്തം എടുക്കുന്നത് വേണ്ടത്തന്നെയാണ്. അപ്പോൾ ഈ രാത്രി മഴ എന്ന് പറഞ്ഞ സീരിയൽ അങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നവരുണ്ട്. ഈ കൊല്ലം സൈഡിലൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് പേര് തിരിച്ചറിയും. നമ്മൾ ട്രിവാൻഡ്രത്ത് കുറച്ച് ഒരു കാണൽ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്കൂളിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരെന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് വലിയ ഐഡിയില്ല. അതാണ് സംഭവം. അപ്പം ഞാനവിടെ ചെന്ന സമയത്ത് അവിടെ ആർക്കും അറിയില്ല എന്നുള്ളത് സത്യമായിരുന്നു കേട്ടോ. അത് സത്യമായ കാര്യമാണ്. ഞാൻ ഇന്ന ആളാണ്, ആ സീരിയലിൽ വിഷ്ണു എന്ന കഥാപാത്രം ചെയ്ത ആളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്നെ മനസ്സിലാവുകയും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്ത് സത്യമായ കാര്യമാണ്. ഇപ്പം ഈ മൗനരാഗം അങ്ങനെ 2-3 സീരിയലൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പം ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അത് എനിക്ക് റീച്ചായി. പിന്നെ ഇപ്പം പഞ്ചാഗ്നിയോട് വന്നപ്പോൾ നല്ല പഞ്ചാഗ്നി ശരിക്കും പറഞ്ഞാൽ നല്ല റീച്ചാണ്. നല്ല റീച്ച് കിട്ടുന്ന സാധനം. ഇല്ലാത്ത അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എന്നെ ഒരു സ്റ്റേജിൽ വിളിച്ചു. സ്റ്റേജിൽ നമ്മൾ ഈ സീരിയൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാൽ നെഗറ്റീവ്സാണ് ചെയ്യുന്നത്. സ്റ്റേജിൽ വിളിച്ചിട്ട് അപ്പോൾ അവിടെ വിളിച്ചത് ടീച്ചറാണ്, സ്കൂളിലെ പ്രോഗ്രാമാണ്. ടീച്ചർ കയറിയിട്ട് എന്നിട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള,
പല സീരിയലുകളിൽ നായകനായിട്ട് വന്നിട്ടുള്ള എന്റെ പൊന്നോ, ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. ആരെങ്കിലും എണ്ണി ചെന്നിട്ട് ഏത് സീരിയലാണ് നായകനായിട്ട് അഭിനയിച്ചെന്ന് വല്ലതും ചോദിച്ചാൽ തീർന്നു. ആ സ്കൂളായിരുന്നു. പിന്നെ കുട്ടികൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഊരി പോരുന്നതായിരുന്നു. ഞാൻ തിരിച്ചൊന്നും പറയാനും നിന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അവിടെ വെച്ചിട്ട്. ആ സമയത്ത് മൈക്കെടുത്തപ്പോൾ അനുഭവം പറഞ്ഞു അത്രയല്ല അല്ല, അത് കഴിഞ്ഞിട്ട് എന്റെ ചാൻസ് വന്നപ്പോൾ ഞാൻ തിരുത്തി. കുട്ടികളാണെങ്കിലും നമ്മൾ ആ ഒരു സാധനം ക്ലിയർ ചെയ്യണമല്ലോ. ഞാൻ അന്നേരം ഞാൻ ആദ്യമേ കള്ളങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കാൻ പാടില്ല. കള്ളന്മാരെ കാണിക്കാനും പാടില്ല. അത് മാത്രമല്ല, ഇത് പറഞ്ഞ തിരുത്തിയിലെ പിള്ളേരുള്ള മൊത്തം ഒരു നോക്കുകയാണ്. അതെ അതെ, ഞാൻ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിയ സമയത്ത് പിന്നെ ഞാൻ മാറ്റി പറഞ്ഞു. ടീച്ചറിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു ഇനോഗ്രേഷൻ വിളിച്ചിട്ട്, ജസ്റ്റ് ഇന്നോഗ്രേഷൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് വിളിച്ചിട്ട് ഇതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ദീപം കൊളുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അവിടെ ചെന്നപ്പോൾ ഞാൻ നോട്ടീസ് ചോദിച്ചു. നോട്ടീസ് ചോദിച്ചപ്പോഴാണ് ഞെട്ടിയത്. മുഖ്യ പ്രഭാഷകൻ അനൂപ് സൂര്യ. അന്നും ഞാൻ അവിടെ നിന്നൊരുങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് വേണം കുട്ടികളൊക്കെ വഴി കഴിച്ചു. അതെ, മുഖ്യ പ്രഭാഷണം അനൂപ് സൂര്യ. നോട്ടീസ് കൊണ്ടാണ് ഞാൻ ഞെട്ടിയത്. ഈശ്വര സംസാരിച്ചല്ലോ ശരിക്കും പറഞ്ഞ എന്തോ ആ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടില്ലേ? ഞാൻ സംസാരിച്ചു, പ്രഭാഷണം നടത്തി. നീ അതല്ല, അത് ആ വീഡിയോ എനിക്ക് നീ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവനങ്ങനെ മൈക്കിൽ കയറി ഇങ്ങനെ പ്രഭാഷണം നടത്തുന്ന ഒരു വീഡിയോ. അല്ല, പ്രഭാഷണം ഞാൻ നീ പറഞ്ഞു നമ്മൾ വലിയ കുട്ടികളെ ഉപദേശിക്കാത്തക്ക രീതിയിലുള്ള ഒരു ആളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കഥയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെറിയ എക്സാമ്പിൾസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുമ്പോഴും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം. അല്ല, ഉപദേശമല്ല, ഞാൻ ചെറിയൊരു സ്റ്റോറി. സ്റ്റോറി നമ്മുടെ ഒരു മിനിറ്റ് പോലും വേണ്ട, 2 ലൈൻ വരുന്ന എന്തെങ്കിലും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓക്കെ. അതിലൊരു ഞാൻ ഈ പറഞ്ഞതൊരു സ്റ്റോറിയാണ്. അതായത് ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികളുണ്ട്. അപ്പം ഈ കുട്ടികളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു കുട്ടി ഗൾഫിലാണ് ആ കുട്ടിയുടെ ഫാദർ. അപ്പോൾ ഒരു വാച്ചുണ്ട്. ഈ വാച്ച് കൊണ്ടുവന്നിട്ട് എല്ലാവരെയും കൊണ്ട് കാണിക്കും. അപ്പോൾ ഇതിന് തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി വളരെ പാവപ്പിടിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ വാച്ച് കാണാനായിട്ടും ഈ ഒന്ന് എടുത്തൊന്ന് നോക്കാനും ഒന്ന് കെട്ടാനൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്ത് ചെയ്യും, കുട്ടി കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം ഇത് കൈ കിട്ടുന്നില്ല. അപ്പോൾ അവൻ്റെ ബാക്കിലുള്ള ബെഞ്ചിലാണ് ഈ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് കാണിക്കുന്നു, ഇവൻ കാണിക്കുന്നു, വാച്ച് കാണിക്കുന്നു, ഭയങ്കര ഇതാക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവനിത് എങ്ങനെയും ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇവനെന്ത് ചെയ്യുന്നറിയോ, കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പുറത്ത് പോയ സമയത്ത്, ബ്രേക്ക് സമയത്ത് ഇവൻ ഈ വാച്ച് എടുക്കും. ഈ വാച്ച് എടുത്ത് നോക്കുകയും കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ മറ്റേ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് വാച്ച് എടുത്തിട്ട് അവൻ്റെ ബാഗിലിടും. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് മറ്റേ ഈ വാച്ചിൻ്റെ ഓണർ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അവിടെ കിടന്ന് കരച്ചിലായി ബഹളമായി. അങ്ങനെ ടീച്ചേഴ്സെല്ലാം അറിഞ്ഞു. ടീച്ചേഴ്സെല്ലാം വന്ന് ചോദിക്കും ആരാ വാച്ച് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറയും. തിരിച്ചു കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് ആരും മിണ്ടുന്നില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആരും പറയണ്ട, നിങ്ങളെല്ലാവരും കണ്ണടച്ച് നിൽക്കുക. കണ്ണടച്ച് നിന്നു, ഞാൻ നിങ്ങളെ പോക്കറ്റിലിട്ടു, പോക്കറ്റിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തോളാം എന്ന് പറയും. അങ്ങനെ ടീച്ചർ എല്ലാവരെയും കണ്ണടച്ച് നിർത്തിയിട്ട് ഓരോരുത്തരുടെ പോക്കറ്റ് തപ്പി ഈ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് തപ്പി വാച്ച് എടുത്തു. ടീച്ചർ പിന്നെ കണ്ണടച്ച് നിർത്തിയിട്ട് ഈ വാച്ച് ഓണറിൻ്റെ കൊടുത്തു. ഇതാരാ എടുത്തതെന്ന് ടീച്ചർ പറഞ്ഞില്ല. ഓക്കെ, വെളി പറഞ്ഞിട്ടില്ല ആരാ എടുത്തതെന്ന്. അങ്ങനായി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടി ഈ ടീച്ചറിനെ ഇങ്ങനെ പറയാതിരുന്നതിൽ ഭയങ്കര അഭിമാനമായി. ഇവൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഇവനും ഈ ടീച്ചറിനോട് ഭയങ്കര ആരാധന കൂട്ടിയിട്ട് ഇവനും ഒരു സാറായി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവൻ ഈ ടീച്ചറിനെ കാണാൻ പോകും. അപ്പോഴത്തേക്ക് ടീച്ചർ കുറേ പ്രായമായി. ടീച്ചറിനെ കാണാൻ പോയിട്ട് ടീച്ചറിനോട് പറയുന്നത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ടീച്ചറിനെ എന്നെ ഓർക്കുന്നില്ല, ആ ആളാണ് ഞാൻ. ടീച്ചർ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ആളെ. അപ്പോൾ ഇവൻ നടന്ന സംഭവങ്ങളെല്ലാം പറയും. ടീച്ചർ അന്ന് ഞാനായിരുന്നു വാച്ച് എടുത്തത്. അപ്പോൾ ആ ടീച്ചർ പറയും, ഓ അത് നീ ആയിരുന്നില്ലേ വാച്ച് എടുത്തത്, അന്ന് ഞാൻ നിങ്ങളെല്ലാം കണ്ണടപ്പിച്ചതുപോലെ തന്നെ ഞാനും കണ്ണടച്ചിട്ടാണ് ആ വാച്ച് ഒന്ന് എടുത്തതെന്ന് പറയും. മനസ്സിലായി? അപ്പോൾ ടീച്ചറിന് പോലും അറിയണ്ട അത് ആരാ എടുത്തതെന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കൊരു ആത്മബന്ധമാണ് ഈ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള. ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ട് പറഞ്ഞത്. ഈ കഥകളിലൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ഫ്രണ്ടായ ശരത്താണ്. ശരത്തിന് ഞാൻ പ്രത്യേകം ഒരു താങ്ക്സ് പറയുന്നു. എനിക്ക് കഥ എനിക്ക് പറയാമല്ലോ.
വേറെ എന്തെങ്കിലും ഉണ്ടോ പറയുന്നത്? വേറെ കഥകളൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. പറയാവുന്ന കഥ പറയണം. അല്ല ആ കഥയൊക്കെ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കാണുന്ന സിനിമകളുടെ ഒക്കെ പേര് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തവും ഈ പോസിറ്റീവ് ആയിട്ടുള്ള വർക്കും ഇവിടെ ഫുൾ ഇവൻ ഫുള്ള് ട്രാജഡി എന്താ പറഞ്ഞു അതാണ് പക്ഷെ വേറെ കാര്യം സെന്റിമെന്റ്സ് കിട്ടണം. അത് അവൻ ജെനുവിനാണ്, ജെനുവിനായിട്ടാണ് അവൻ അത് പറഞ്ഞത്. കാര്യം എന്നിട്ട് അവൻ അതിനുശേഷം ഈ 5 വർഷം പിന്നെ സ്നേഹിച്ചതിനെക്കാട്ടിലും ഇപ്പൊ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ അല്ല ഇപ്പൊ ഭയങ്കര ഡബിൾ ഹാപ്പി. അന്ന് ഒരാളായിരുന്നു, ഇപ്പൊ കുറെ ആൾക്കാർ ചുറ്റും ഉള്ളതുകൊണ്ട് സന്തോഷിക്കാലോ. അല്ല ആരാധകർ, ഐ മീൻ ആരാധകർ, കുറെ ആരാധകർ കുറെ നേരം കൊണ്ട് ഇവനായിട്ട് താങ്ങുന്നു പറയുന്നുമില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാണോ വന്നത്? അല്ല അതങ്ങനല്ല, ഇപ്പൊ ഞാനാണോ? അല്ല അതങ്ങനല്ല. ഇവൻ ഒന്ന് എനിക്ക് ചൂണ്ടിക്കഴിഞ്ഞാൽ 10 എണ്ണം തിരിച്ച് ചൂണ്ടാനുള്ള സാധനങ്ങൾ കിടക്കുക.